ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾ ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹരിയാനയിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ്. നാടോടി കഥ മാത്രമല്ല, അത് കഴിഞ്ഞ് കുറച്ച് വർത്തമാനമുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടന്നാലോ. രാമുവും ശ്യാമുവും ബെൻസിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്താണത്? അവർക്ക് തൊഴിൽ ചെയ്യുന്നതിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടണം. അതിനവർ ചെയ്തത് ഏതെങ്കിലും രീതിയിൽ ആൾക്കാരെ പറ്റിച്ചാണ് അവർ ജീവിച്ചു പോകുന്നത്. ഒരിക്കൽ അവർ ഒരു വഴി അമ്പലത്തിലിരിക്കുമ്പോൾ ഒരു വ്യാപാരി അവിടെ വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ വലിയൊരു പണക്കാരനാണെന്ന് അവർക്ക് മനസ്സിലായി. ദാ, നമുക്കൊരു നല്ല ഇര കിട്ടിയിരിക്കുന്നു, രാമു പറഞ്ഞു. അയാളുടെ വസ്ത്രം മാത്രം കിട്ടിയാൽ മതി, അത് വിറ്റ് നമുക്ക് ഒരു മാസം സുഖമായി ജീവിക്കാം, ശ്യാമു പറഞ്ഞു. സമയം കളയണ്ട, നമുക്ക് അയാളെ ശരിയാക്കാം. ബെൻസി എഴുന്നേറ്റു. മൂവരും അപരിചിതന്റെ അരികെ ചെന്നു. സ്വയം പരിചയപ്പെടുത്തി. ഞങ്ങൾ വഴിയാത്രക്കാരാണ്. ഞാൻ രാമു, ഇത് ശ്യാമു, ഇത് ബെൻസി. അത് ശരി. ഞാനൊരു വ്യാപാരിയാണ്. വിദേശത്ത് കച്ചവടം നടത്തുകയായിരുന്നു. കുറേ കാലത്തിന് ശേഷം നാട്ടിൽ വരികയാണ്, അയാൾ പറഞ്ഞു. മൂവർക്കും സന്തോഷമായി. വ്യാപാരിയെ പറ്റിക്കാൻ രാമു പെട്ടെന്ന് ഒരു സൂത്രം കണ്ടുപിടിച്ചു. സമയം കളയാൻ നമുക്കൊരു പന്തയം വെക്കാം. നമ്മൾ ഓരോരുത്തരും ഓരോ കഥ പറയണം. ആരുടെ കഥയാണോ അവിശ്വസനീയം അയാൾ ജയിക്കും. ജയിച്ച ആൾ പറയുന്നത് പോലെ മറ്റുള്ളവർ ചെയ്യുകയും വേണം. സമ്മതിച്ചോ? രാമു ചോദിച്ചു. സമ്മതിച്ചു, വ്യാപാരി പറഞ്ഞു. എങ്കിൽ ഞാനൊരു കഥ പറയാം. രാമു കഥ പറയാൻ തുടങ്ങി. അതിങ്ങനെയായിരുന്നു. ഞാൻ ജനിച്ച ദിവസം അമ്മയ്ക്ക് മാമ്പഴം തിന്നാൻ വലിയ കൊതി. അച്ഛൻ ചേട്ടന്മാരോട് പറഞ്ഞു മാവിൽ കയറി മാമ്പഴം പറിക്കാൻ. അവരാരും അനുസരിച്ചില്ല. ഞാനുടനെ ചാടി മരത്തിൽ കയറി ഉള്ള മാമ്പഴം മുഴുവനും പറിച്ച് കൊട്ടയിലാക്കി നടയിൽ കൊണ്ടുവച്ചു. അമ്മയ്ക്കും അച്ഛനും സന്തോഷമായി. അത് ഞങ്ങൾ ഒരു വർഷം കൊണ്ടാണ് തിന്നു തീർത്തത്. രാമു കഥ അവസാനിപ്പിച്ചു. പക്ഷേ വ്യാപാരി അതിൽ അവിശ്വസനീയമായി എന്തെങ്കിലും ഉള്ളതായി പറഞ്ഞില്ല. ഉടനെ ശ്യാമു കഥ പറയാൻ തുടങ്ങി. അതിങ്ങനെയായിരുന്നു. ഒരു ദിവസം ഞാൻ കാട്ടിൽ പോയി. അവിടെ ഒരു പുളിമരം കണ്ടു. അത് നിറയെ നല്ല പേരയ്ക്ക. ഞാൻ അതിൽ കയറി പേരയ്ക്ക മുഴുവനും തിന്നു. ഇറങ്ങാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. എന്തു ചെയ്യാൻ? ഒടുവിൽ ഞാൻ ഗ്രാമത്തിൽ പോയി ഒരു ഏണി കൊണ്ടുവന്ന് മരത്തിൽ ചാരി. അതിനുശേഷമാണ് മരത്തിൽ നിന്ന് ഇറങ്ങിയത്. ആ കഥയും വ്യാപാരിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. അത് കണ്ടപ്പോൾ ബെൻസി കഥ പറയാൻ തുടങ്ങി. ഞാൻ മീൻ പിടിക്കാൻ ഒരിക്കൽ കടലിൽ പോയി. ഒറ്റ മീൻ പോലും കിട്ടിയില്ല. ഒടുവിൽ ഞാൻ കടലിൻ്റെ അടിത്തട്ടിൽ ചെന്നു. അവിടെ ഒരു പാറപ്പുറത്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു വലിയ തിമിംഗലം വന്ന് എന്നെ പൊക്കി മുകളിൽ കൊണ്ടുവന്നു. പിന്നെ താമസിച്ചില്ല. ഞാൻ അതിനെ അപ്പോൾ തന്നെ ചുട്ടു തിന്നു. അതിൻ്റെ മുള്ളുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തല ചീകുന്നത്. ആ കഥയും വ്യാപാരിയിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഇനി ഞാനൊരു കഥ പറയാം, വ്യാപാരി പറഞ്ഞു തുടങ്ങി. എൻ്റെ പരുത്തിത്തോട്ടത്തിൽ ഒരു ചുവന്ന മരമുണ്ടായിരുന്നു. അത് കുറേ കാലം ഇലകളില്ലാതെയും പൂക്കൾ വിടരാതെയും നിന്നു. ഒരു ദിവസം അതിൽ വലിയ 3 പഴങ്ങളുണ്ടായി. ഞാനത് പറിച്ചു, എന്നിട്ട് മുറിച്ചു. അതിൽ നിന്ന് ഒരു യുവാവ് പുറത്തു വന്നു. അതുപോലെ മറ്റ് പഴങ്ങളിലും യുവാക്കളുണ്ടായിരുന്നു. ഞാൻ അവരെ എൻ്റെ തോട്ടത്തിൽ വളർത്തി. അവർ എൻ്റെ അടിമകളായി എല്ലാ ജോലിയും ചെയ്തു വന്നു. ഒരു ദിവസം ആ 3 അടിമകളും ഒളിച്ചോടി.
അവരെ തേടി ഞാൻ ഇറങ്ങി. കുറേ യാത്ര ചെയ്ത ശേഷം ഞാൻ അവരെ കണ്ടുപിടിച്ചു. ആ അടിമകളാണ് നിങ്ങൾ. 3 പേരും മിഴിച്ചിരുന്നു പോയി. തങ്ങളുടെ അടിമകളല്ലെന്ന് പറഞ്ഞാൽ കഥ അവിശ്വസിച്ചതായി കണക്കാക്കും. വ്യാപാരി പറയുന്നത് ചെയ്യേണ്ടി വരും. കഥ വിശ്വസിച്ചതായി പറഞ്ഞാൽ അയാൾ തങ്ങളെ അടിമകളാക്കുകയും ചെയ്യും. 3 പേരും ഊരാൻ പറ്റാത്ത കുടുക്കിലായി. ഞങ്ങൾ തോറ്റു. നിങ്ങൾ പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യാം. അവർ തോൽവി സമ്മതിച്ചു. എനിക്ക് നിങ്ങളുടെ വസ്ത്രം മുഴുവനും വേണം, പുഞ്ചിരിയോടെ വ്യാപാരി പറഞ്ഞു. അവർക്ക് അനുസരിക്കാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. 3 വസ്ത്രം അഴിച്ചു കൊടുത്തു. അവർ നഗ്നരായി ആരും കാണാതെ മറവ് പറ്റി വീട്ടിലേക്ക് ഓടി. അതിനുശേഷം അവർ ആരെയും പറ്റിക്കാൻ മുതിർന്നിട്ടില്ല. വളരെ വ്യത്യസ്തമാർന്ന ഒരു കഥയാണ്. എങ്ങനെ മനുഷ്യനെ പൊട്ടനാക്കാം, എങ്ങനെ ഒരു മനുഷ്യനിൽ നിന്ന് അധ്വാനിക്കാതെ പണം സമ്പാദിക്കാമെന്ന് നനച്ചിരുന്ന 3 വ്യക്തികൾ അവസാനം അയാളുടെ വലയിൽ തന്നെ വീഴുകയാണ് കഥയിൽ. സത്യം പറഞ്ഞാൽ ഈ കച്ചവടങ്ങളെല്ലാം തന്നെ അല്ലേ, ഒരു കടന്നു വരുന്ന ആളിനെ കാത്തിരിക്കുകയാണ്. കച്ചവടക്കാർ എല്ലാം ഒരു കസ്റ്റമറിനെ വേണം. ആ കസ്റ്റമറിന് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി തങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ കച്ചവടക്കാരുടെയൊക്കെ ലക്ഷ്യം. വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇങ്ങനെ ഫ്രീ ഓഫറുകളുണ്ട്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമല്ലേ. ഒരു സോപ്പ് മാത്രം വാങ്ങിക്കാൻ പറ്റില്ല. ഒരു 5 സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തോ തുക കുറവ് കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ 5 സോപ്പൊക്കെ വാങ്ങിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിൽ 5 സോപ്പിൻ്റെ ആവശ്യം കാണത്തില്ല. പക്ഷേ വലിയ വ്യത്യാസമൊന്നും വിലയിൽ കാണില്ല. 5 സോപ്പ് മേടിക്കുമ്പോൾ എന്തെങ്കിലും ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ കണക്ക് കൂട്ടില്ല. അവർ പറയുന്ന ഒരു തുകയ്ക്ക് നമ്മളങ്ങ് വാങ്ങിക്കുകയാണ്. പക്ഷേ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. ഇതൊക്കെ തന്നെയാണല്ലേ വ്യാപാരത്തിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കഥയ്ക്കുള്ളിൽ തന്നെ 2-3 കഥകളുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിശ്വസനീയമായ 2-3 കഥകൾ. കഥയ്ക്കുള്ളിലെ കഥ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കഥകൾ കേൾക്കാൻ അല്ലേ, ഒരു കഥയല്ലേ, 3-4 കഥ വന്നിരുന്നു. അപ്പോൾ ആ കഥയ്ക്കും നല്ല രസമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പറ്റി അല്ലേ നമുക്കൊരു കഥയുണ്ട്. അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കരുതുന്ന ഒരു കഥയുണ്ട്. എന്നാൽ നമുക്കുള്ളിൽ വേറൊരു കഥയുണ്ട് അല്ലേ, നമ്മുടെ മനസ്സിലെ കഥയുണ്ട്. അത് പലർക്കും അറിയത്തില്ല. ഓരോ കാര്യത്തിനെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ ഒരു കഥയുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. പുറമേ ഉള്ളവർ നമ്മളെക്കുറിച്ച് ഒട്ടനവധി കഥകൾ സ്വരൂപിച്ചെടുക്കും, വ്യാഖ്യാനിച്ചെടുക്കും. പക്ഷെ യഥാർത്ഥ കഥ എന്താണെന്ന് നമ്മുടെ ഉള്ളിലെ മനസ്സിന് മാത്രമേ അറിയാവുള്ളൂ. അതാണ് ഈ കഥയ്ക്കുള്ളിലെ ഒരു കഥയെന്നൊക്കെ പറയുന്നത്. ഓരോ സംഭവത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായ നമ്മുടെ ഒരു കാഴ്ചപ്പാടും നമ്മൾ അനുഭവിച്ചതും നമ്മൾ അറിഞ്ഞതുമായ അല്ലെങ്കിൽ നമ്മൾ കണ്ടതുമായ വസ്തുതകൾ ആസ്പദമാക്കി നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലൊക്കെ കിടക്കുന്ന കഥകളുണ്ട്. ആ കഥയും പുറത്ത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കാണുന്ന കഥയും ഒക്കെ തമ്മിൽ ഒട്ടേറെ അന്തരമുണ്ടായിരിക്കും. ചിലപ്പോൾ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം പോലെയൊക്കെ. നമ്മൾ മനുഷ്യർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ സുന്ദരമായതിനെയൊക്കെ നമ്മൾ അല്ലേ ചന്ദ്രനോടും അല്ലെങ്കിൽ നക്ഷത്രങ്ങളോടും ഒക്കെ ഉപമിക്കാറുണ്ട്. സൂര്യനോടും, സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലേ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അടുത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലോ, ഈ നക്ഷത്രങ്ങളെയൊക്കെ നമ്മളൊന്ന് സമീപിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ ചിത്രങ്ങളൊക്കെ, ഉപഗ്രഹങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുന്ന ചിത്രങ്ങൾ, ഓരോ ഗ്രഹങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ, ചന്ദ്രൻ്റെയൊക്കെ ചിത്രങ്ങൾ, വളരെ പരുപരുത്ത അല്ലേ കുന്നും കുഴിയും തണുപ്പും വല്ലാത്ത കാലാവസ്ഥയൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോഴോ എന്താ രസം, തിളങ്ങുന്നു. രാത്രി ആകാശത്തോട്ട് നോക്കാൻ എന്തൊരു രസമാണ്. നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നു, കത്തിക്ക് നിൽക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മളെ കണ്ണുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഭയങ്കരമില്ലാത്ത ഒരു ആനന്ദത്തിലാണ്. അങ്ങനെ നമ്മളിതൊക്കെ
ഒരു റോക്കറ്റൊക്കെ വിട്ട് ഈ ഉപഗ്രഹങ്ങളൊക്കെ അതിലോട്ട് പതിപ്പിക്കുമ്പോഴോ അപ്പോഴാണ് ചൂട് കാറ്റും പൊടിയും വേവും ചൂടും നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളുടെ ഒരു മഹാലോകമാണ് നക്ഷത്രങ്ങൾ. മനുഷ്യനും അത് തന്നെ അല്ലേ. അകത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമാർന്ന അല്ലേ യാഥാർത്ഥ്യങ്ങളുടെ ഒരു ലോകമൊക്കെ കാണും. വലിയൊരളവ് ഊർജത്തിൻ്റെ വാഹകരും ഇവരൊക്കെ തന്നെയാണ്. വാതക പടലങ്ങളിൽ ജനിച്ച് ഒടുവിൽ പൊട്ടിത്തെറിച്ച് ചിന്നിച്ചെതറിയോ വെളിച്ചം പോലും പുറത്തെത്താതെ ഇരുണ്ട പാതാള ലോകങ്ങളായോ അവസാനിക്കുന്നതാണ് ഇവയുടെയൊക്കെ ജീവചരിത്രം എന്ന് പറയുന്നത്. അതുപോലെയൊക്കെ തന്നെയാണ് മനുഷ്യരും അല്ലേ. നല്ല ഊർജമുണ്ട്, ഇരുണ്ട സ്ഥലങ്ങളുമുണ്ട്, വെളിച്ചം പോലും പുറത്തെത്താത്ത ഇരുണ്ട പാതാള ലോകമുണ്ട് നമ്മുടെ മനസ്സിലേക്ക്. അതുപോലെയൊക്കെ തന്നെയാണ്. ഒരു ഉപമ നടത്തിയെന്നേ ഉള്ളൂ. എല്ലാം ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ മനോഹരമാണ്, അടുത്തോട്ട് വരുമ്പോൾ ചിലപ്പോൾ അതായിരിക്കില്ല. ഈ കഥയിലെ നായകൻ അവസാനം തൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് ഇതിലെ അലസന്മാരായ 3 പേരെ വെട്ടിലാക്കുന്നുണ്ട്. ജീവിതവും അങ്ങനെ മനുഷ്യരെ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും വെട്ടിലാക്കാറുണ്ട്. എന്തായാലും ഇന്നത്തെ കഥാസാഗരം അവസാനിപ്പിക്കാൻ സമയമായി. അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനവുമായിട്ട്. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.